അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. ഫിലിപ്പിയർ 2:5. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Let this mind be in you, which was also in Christ Jesus. പ്രാർത്ഥിക്കും. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയങ്ങളെ കാക്കണമേ. അവ അടിയങ്ങളുടെ മേൽ വാഴരുത്. എന്നാൽ ഞങ്ങൾ നിഷ്കളങ്കരും മഹാപാതക രഹിതരുമായിരിക്കും. അടിയൻ്റെ പാറയും വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായി തീരുവാൻ യേശു മശിഹാ മൂലം സഹായിക്കണമേ. ആമേൻ. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആഘോഷിക്കപ്പെടേണ്ട ഒരു പട്ടാഭിഷേകമല്ല ഇവിടെ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അധികാരസ്ഥാനത്ത് കയ്യാളാൻ പോകുന്ന സത്യപ്രതിജ്ഞ ചടങ്ങുമല്ല. ഈ ശുശ്രൂഷ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് നിയോഗം സ്വീകരിച്ച് ഇറങ്ങി പുറപ്പെടുവാൻ കർത്താവിൻ്റെ വേലക്കാരെ നിയോഗിക്കുന്ന വലിയ ശുശ്രൂഷയാണ്. പ്രാർത്ഥനകളുണ്ട്, സംഗീതങ്ങളുണ്ട്, ജനത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് യാചിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു ചോദ്യം പ്രിയപ്പെട്ട ശമാശന്മാരോടും നമ്മളോടും വളരെയധികം അർത്ഥവത്തായ ഒരു ചോദ്യം. What kind of mind should a minister possess? ക്രിസ്തുവിൻ്റെ വേലക്കാരൻ കൈമുതലാക്കേണ്ട ഭാവം എന്ത്? പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ വളരെ പ്രൗഢഗംഭീരമായ ഒരു ലേഖനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, പ്രത്യേകിച്ച് 2-ാം അധ്യായം. ക്രിസ്റ്റോളജിക്കൽ ഹിം എന്നാണ് പറയുന്നത്. വളരെ മനോഹരമായി നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരധ്യായം. അപ്പോസ്തലൻ സഭയോടും സഭാജനങ്ങളോടും സഭാവേലക്കാരോടും കലർപ്പില്ലാതെ പറയുന്നു, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഈ കേൾക്കുന്നതെല്ലാം പരിചിതമായ വാക്കുകളാകാം, എങ്കിലും ഓർമ്മപ്പെടുത്തലുകൾ നമ്മളുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതാകയാൽ ഏതാനും ചിന്തകൾ പങ്കുവച്ച് ഈ ശുശ്രൂഷയിൽ നിന്ന് ഞാൻ വിരമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താണ് കർത്താവിൻ്റെ ശുശ്രൂഷക്കാരൻ്റെ ഏറ്റവും വലിയ യോഗ്യത? വാഗ്വൈഭവം അല്ല, പാണ്ഡിത്യം അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി അല്ല, ജനപിന്തുണയും അല്ല. കർത്താവിൻ്റെ ശുശ്രൂഷക്കാരൻ്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ക്രിസ്തുവിൻ്റെ ഭാവം കൈമുതലാകുക എന്നത്.
പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ദൈവത്തിൻ്റെ വിളി ഞാൻ കേട്ടു, ദൈവം എന്നെ വിളിച്ചു. എന്തുകൊണ്ടാണ് ദൈവം എന്നെ വിളിച്ചത്? ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ടാണ് ദൈവം എന്നെ കണ്ടു വിളിച്ചത് എന്ന് പലപ്പോഴും പറയാൻ നാം ശ്രമിക്കും. ഒരു ധ്യാനഗുരു അതിനെ റിവേഴ്സ് ചെയ്തു. ദൈവം നിന്നെ കണ്ട് നിന്നിൽ വിശ്വാസം അർപ്പിച്ച് നിന്നെ വിളിച്ചിരിക്കുകയാണ്. ദൈവം നിന്നെ കണ്ട് നിന്നിൽ വിശ്വാസം അർപ്പിച്ച് നിന്നെ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വിശ്വാസത്തെ കെടുത്തിക്കളയരുത്. ഒന്ന്, ക്രിസ്തുവിലുള്ള ഭാവം. ഒന്ന്, കർത്താവിൻ്റെ വേലക്കാരൻ, സകലത്തിലും ദൈവ ഇഷ്ടത്തിന് പരിപൂർണമായി സമർപ്പിച്ചവൻ ആയിരിക്കണം. കർത്താവിൻ്റെ വേലക്കാരൻ സകലത്തിലും ദൈവ ഇഷ്ടത്തിന് സമർപ്പിച്ചവൻ ആയിരിക്കണം. അതെങ്ങനെ അറിയാം? ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൽ സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ എന്ന്. സുഖത്തിലാകട്ടെ, ദുഃഖത്തിലാകട്ടെ, ലാഭത്തിലാകട്ടെ, നഷ്ടത്തിലാകട്ടെ, വേർപാടിലാകട്ടെ, കൂട്ടായ്മയിലാകട്ടെ, ഒരുപോലെ ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുവാൻ അറിയാവുന്നവൻ, ദൈവത്തെ സ്തുതിക്കുവാൻ പര്യാപ്തിയുള്ള ആളായിരിക്കണം കർത്താവിൻ്റെ ശുശ്രൂഷക്കാരൻ. പൂർണ്ണമായും ദൈവത്തിലും അവൻ്റെ വേലയിലും ഫോക്കസ്ഡ് ആയെന്നവർക്ക് മാത്രമേ അത് ചെയ്യുവാനായിട്ട് സാധിക്കൂ. പാട്ട് പറയുന്നത്, എവിടെ നിന്ന് ഞാൻ വന്നു, എവിടേക്ക് പോകുന്നു എന്ന് കണ്ട വിളക്കുമരത്തോടെല്ലാം ചോദിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അരുത്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ആത്മീയ പുത്രനായ തിമോത്തിയോസിന് കൊടുക്കുന്ന ഒരു വലിയ ഉപദേശമുണ്ട്. കറതീർന്ന തെളിമയുള്ള നിന്നിലുള്ള നിർവ്യാജ വിശ്വാസവും സ്നേഹവും. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദ്യം അത് നിന്റെ വല്യമ്മ ലോവസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, അത് നിന്നിലും ഉണ്ടായിരിക്കുന്നു. എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നുവെന്ന് കണ്ട വിളക്കുമരങ്ങളോട് ചോദിച്ചു പോകുന്നതല്ല ശുശ്രൂഷ. ജോസഫ്, കർത്താവിൻ്റെ ഭൂമിയിലെ എർത്തിലി ഫാദർ, ജോസഫിനെ കുറിച്ചൊരു ധ്യാനത്തിൽ ഒരു ധ്യാനഗുരു എഴുതുന്നത് ഇങ്ങനെയാണ്: ജോസഫിൻ്റെ സംഘർഷങ്ങളിൽ കടത്തിണ്ണയിലും വഴിവെക്കലും ഉപദേശം ചോദിച്ചിരുന്നുവെങ്കിൽ 100,000 സ്മാർട്ട് ഉപദേശം കിട്ടുമായിരുന്നു. എന്നാൽ ജോസഫ് രാത്രിയുടെ യാമങ്ങളിൽ, പകലിൻ്റെ അസ്വസ്ഥതകളിൽ തൻ്റെ പിതാവിനോട് സംവദിച്ചു. അവന് വെളിപ്പെടുത്തി കിട്ടി ഉത്തരം തെളിമയോടെ: ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാൻ നീ ശങ്കിക്കേണ്ട. എ ഡയറക്റ്റ് കോൺവെർസേഷൻ വിത്ത് ഗോഡ് ഓൾമൈറ്റി. അതൊരു ശുശ്രൂഷക്കാരൻ്റെ ആദ്യത്തെ ഭാവം തന്നെ ആയിരിക്കും. എന്നും പ്ലാൻ ചെയ്യുന്നവരാണ് നമ്മൾ, എന്നും ഡയറി എഴുതുന്നവരാണ് നമ്മൾ. ഇന്ന് ചെയ്യേണ്ടുന്നത്, നാളെ ചെയ്യേണ്ടുന്നത്, ഈ മാസം ചെയ്യേണ്ടുന്നത് എല്ലാം കൃത്യമായി സ്കെഡ്യൂൾ ചെയ്യും. നന്നാണ്, ശരിയാണ്. ഒരു ഉപദേശം ചോദിച്ചു, ഈ കൂട്ടത്തിൽ ദൈവം തമ്പുരാന് നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതുവാൻ എന്നെങ്കിലും അവസരം കൊടുത്തിട്ടുണ്ടോ? കർത്താവിൻ്റെ ശുശ്രൂഷക്കാരൻ ഒടയതമ്പുരാന് ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുവാൻ അനുവാദവും അവസരവും കൊടുക്കുന്നവൻ ആയിരിക്കണം. ആ സ്ക്രിപ്റ്റിന് അനുസരിച്ച് നീങ്ങുവാൻ മനസ്സുറപ്പ് ഉള്ളവരും ആയിരിക്കണം. സങ്കീർത്തനം നമുക്കറിയാം, 150. 1-ാം സങ്കീർത്തനം തൊട്ട്
150 സങ്കീർത്തനം വായിക്കുമ്പോൾ പലതരത്തിലുള്ള ഭാവങ്ങളിലൂടെയാണ് സങ്കീർത്തനക്കാരൻ നമ്മെ വഴി നടത്തുന്നത്. ഗൈഡ് ലൈനുണ്ട്, പരാതികളുണ്ട്, കംപ്ലൈൻറ്റുകളുണ്ട്, മുറുമുറുപ്പുകളുണ്ട്, പ്രതികാരം ചെയ്യണമേ എന്നുള്ള അപേക്ഷയുണ്ട്, എന്നാൽ ഇപ്പം വേണ്ട എന്നുള്ള പറച്ചിലുണ്ട്, എന്നെ എങ്ങനെങ്കിലും ഉയർത്തണമേ എന്ന് പറയുന്നുണ്ട്, നീ എന്താ മറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്, പരിഭവങ്ങളുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ 150 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് എ ക്ലൈമാക്സ് ഓഫ് സാം. അവിടെ കംപ്ലൈൻറ്റും ഇല്ല, റിക്വസ്റ്റും ഇല്ല, പരിഭവവും ഇല്ല, മുറുമുറുപ്പും ഇല്ല, ഒന്നുമില്ല. ആ കൊച്ചു സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്, സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടോടുകൂടി അവസാനിപ്പിക്കുന്നത് എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക, ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. വാൾട്ടർ ബ്രൂക്ക്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പഴയ നിയമ പണ്ഡിതനാണ്. അദ്ദേഹം സങ്കീർത്തനങ്ങളെക്കുറിച്ച് ധ്യാനം എഴുതിയ ആളാണ്. അദ്ദേഹം സങ്കീർത്തനത്തെക്കുറിച്ച് 150 സങ്കീർത്തനത്തെക്കുറിച്ച് എഴുതിയതിനെ ഒരാൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് ഇങ്ങനെയാണ്: സ്വാർത്ഥ ലാഭത്തിൻ്റെ നിഴലുകളില്ലാതെ, കണക്കുകൂട്ടലുകളുടെ ഭാരമില്ലാതെ, ആഗ്രഹങ്ങളുടെ പിടിയില്ലാതെ, മറഞ്ഞ ഉദ്ദേശങ്ങളുടെ ഇരുട്ടില്ലാതെ ദൈവസന്നിധിയിൽ സ്വയം പൂർണ്ണമായി ഒഴുക്കിക്കൊടുക്കുന്ന ഒരു ആത്മസമർപ്പണമാണ് സങ്കീർത്തനം 150 എന്ന്. ആവർത്തിക്കാം: സ്വാർത്ഥ ലാഭത്തിൻ്റെ നിഴലുകളില്ലാതെ, കണക്കുകൂട്ടലുകളുടെ ഭാരമില്ലാതെ, ആഗ്രഹങ്ങളുടെ പിടിയില്ലാതെ, മറഞ്ഞ ഉദ്ദേശങ്ങളുടെ ഇരുട്ടില്ലാതെ ദൈവസന്നിധിയിൽ സ്വയം പൂർണ്ണമായി ഒഴുക്കിക്കൊടുക്കുന്ന ആത്മസമർപ്പണമാണ് സങ്കീർത്തനം 150. കശീശാസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വാൾട്ടർ ബ്രൂക്ക്മാൻ പറഞ്ഞത് തന്നെയാണ് ഈ ശുശ്രൂഷാസ്ഥാനത്തേക്കുള്ള ജീവഗന്ധിയും ജീവവഴിയും. സ്വാർത്ഥ ലാഭത്തിൻ്റെ നിഴലുകളില്ലാതെ, കണക്കുകൂട്ടലുകളുടെ ഭാരമില്ലാതെ, ആഗ്രഹങ്ങളുടെ പിടിയില്ലാതെ, മറഞ്ഞ ഉദ്ദേശങ്ങളുടെ ഇരുട്ടില്ലാതെ ദൈവസന്നിധിയിൽ സ്വയം പൂർണ്ണമായി ഒഴുക്കുന്ന ആത്മസമർപ്പണം. റവറൻ ബിജു വിജെ CSI മധ്യ കേരള ഡയസസിലെ ഒരച്ഛനായിരുന്നു. വെല്ലൂർ ഗൈഡൻസ് സെൻ്ററിൻ്റെ ഡയറക്ടറായിരുന്നു. എൻ്റെ സഹപാഠിയാണ്, ആയിരുന്നു ഗുരുകുൽ ലൂതറൻ തിയോളജിക്കൽ കോളേജ്. 2021 ഏപ്രിൽ മാസം 18-ാം തീയതി ഏകദേശം 3/4 മണിക്കൂറോളം അച്ഛനോട് സംസാരിച്ചു. ഞങ്ങൾക്കറിയാവുന്ന ഒരാൾ വെല്ലൂരിൽ കോവിഡ് വന്ന് മരിച്ചു. അതറിഞ്ഞ് അച്ഛനെ വിളിച്ചതാണ്. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛന് ഹെമറ്റോളജിക്കൽ പ്രോബ്ലം ഉണ്ട്, അച്ഛൻ എക്സ്പോസ്ഡ് ആകരുത്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അച്ഛന് അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അച്ഛൻ്റെ കൊച്ചമ്മ കൊട്ടാരക്കരക്കാരി. അപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: അട്ടിയായി ജനം ആശുപത്രിയിൽ കിടക്കുമ്പോൾ സഹോദര ഞാനങ്ങനെ വീട്ടിലിരിക്കും. അട്ടിയായി ജനം ആശുപത്രിയിൽ കിടക്കുമ്പോൾ സഹോദര ഞാനങ്ങനെ വീട്ടിലിരിക്കും. പാവം, കോവിഡ് വന്നു. 2021 മെയ് 6-ാം തീയതി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഇന്നും ആ വാക്ക് ചെവിയിലുണ്ട്. അട്ടിയായി ജനം കിടക്കുമ്പോൾ സഹോദര ഞാനങ്ങനെ വീട്ടിലിരിക്കും. 1800-കളിൽ അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മിഷൻ നോർത്ത് ഈസ്റ്റ് റീജിയനിൽ മിഷൻ വർക്ക് നടത്തിയപ്പോൾ അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ കർത്താവിനെ സ്വീകരിച്ചു. ഗ്രാമവാസികൾക്ക് എതിർപ്പുണ്ടായി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കൊണ്ടുവന്നു, മക്കളെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, ഇനി തിരിച്ചു പോക്കില്ല. മക്കളെ കൊന്നു. അദ്ദേഹം പതറിയില്ല,
അദ്ദേഹം വീണ്ടും പാടി. ലോക്കൽ ലാംഗ്വേജിലാണ് അതിൻ്റെ ഇംഗ്ലീഷ് പാട്ട് ഇങ്ങനെയാണ്: ദോ നോ വൺ ജോയിൻസ് മീ സ്റ്റിൽ ഐ വിൽ ഫോളോ, നോട്ട് ടേണിംഗ് ബാക്ക്, നോട്ട് ടേണിംഗ് ബാക്ക്. ഭാര്യയെ കൊന്നു, അവസാനം അദ്ദേഹത്തെ കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നു. അവസാനം ചോദിച്ചു, നിനക്കിനിയെങ്കിലും ക്രിസ്തുവിനെ തള്ളിപ്പറയാമോ? ഇങ്ങനെ ആ ലോക്കൽ ലാംഗ്വേജിൽ പാടി അദ്ദേഹം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദ ക്രോസ് ബിഫോർ മീ, ദ വാൾ ബിഹൈൻഡ് മീ, നോ ടേണിംഗ് ബാക്ക്. ബ്ലഡ് ഓഫ് ദ മാർട്ടിയർ ഇസ് എ സീഡ് ഓഫ് ദ ചർച്ച് എന്നാണ്. ആ രക്തം ഒഴുക്കപ്പെട്ടപ്പോൾ പിന്നീട് ആ ഗ്രാമം കർത്താവിന് വേണ്ടി നേടപ്പെട്ടു. പ്രിയ ശമ്മാശന്മാരെ, ആരാണ് ലീഡർ എന്ന ചോദ്യത്തിന് ഒരിക്കൽ ഒരു ധ്യാനഗുരു ഇങ്ങനെ മറുപടി പറഞ്ഞു: വേദിയിൽ തിമിർത്താടുന്നവരല്ല നേതാക്കന്മാർ, ജീവിത വേദിയിൽ പ്രയോജനകരമായിട്ട് ജീവിക്കാൻ ഒരാളെ പര്യാപ്തപ്പെടുത്തുന്നവരുണ്ട് കർട്ടന് പിറകിൽ. അവരാണ് യഥാർത്ഥത്തിലെ ലീഡേഴ്സ്. സൺഡേ സ്കൂൾ അധ്യാപകർ, സ്കൂളിൽ പഠിപ്പിച്ചവർ, സഹോദരങ്ങൾ, മല്ലുപിടിച്ച കൂട്ടുകാർ, ജീവിത പങ്കാളി, മക്കൾ, പലരിലൂടെയാകാം നാമൊക്കെയും വളർന്നു വന്നത്. വേദിയിൽ തിമിർത്ത് ആടുന്നവരല്ല നേതാക്കന്മാർ, മറിച്ച് ജീവിതവേദിയിൽ അർത്ഥവത്തായിട്ട് ജീവിക്കാൻ പര്യാപ്തപ്പെടുത്തുന്നവരുണ്ട്, സൈലന്റ് ലീഡേഴ്സ്. അവരാണ് നേതാക്കന്മാർ. നോട്ട് ഇൻ ദ ലൈം ലൈറ്റ് ബട്ട് പ്രസൻസ് ഓൾവേസ്. ഒരു പട്ടക്കാരൻ്റെ ജീവിതം ഇടവകയിൽ അതുതന്നെയാണ്. ലൈം ലൈറ്റ് അല്ല, മറിച്ച് എവിടെയും എപ്പോഴും. രണ്ടാമത്തെ ഭാവം, ആദ്യത്തെ ഭാവം ദൈവ ഇഷ്ടത്തിന് പൂർണ്ണമായും വിധേയപ്പെടുത്തുന്നു. രണ്ടാമത്തെ ഭാവം അത് വിനയത്തിൻ്റെ ഭാവമാണ്. മീക്ക്നെസ് എന്നൊരു ഇംഗ്ലീഷ് വാക്ക് പുതിയ നിയമത്തിലുണ്ട്. ഹ്യൂമിലിറ്റി എന്ന് പലയിടത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. സൗമ്യത എന്ന് പലപ്പോഴും നാം മലയാളത്തിൽ പറയും. എന്താണ് സൗമ്യത? വിനയപ്രകടനം സൗമ്യതയേ അല്ല. ഒരു വല്യച്ഛൻ പണ്ട് പ്രസംഗത്തിൽ പറഞ്ഞു, അതിവിനയം കാണിക്കുന്നവരെ ഒരു കയ്യകലത്തിൽ മാറ്റി നിർത്തണം എന്ന്. ബഹുമാനപ്പെട്ട ജോൺ മാത്യു അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. മെഡിക്കൽ മിഷൻ ബോർഡിൻ്റെയൊക്കെ സെക്രട്ടറി ആയിരുന്നു. അച്ഛൻ ചെന്നൈ സെയിൻറ്റ് തോമസ് മൗണ്ട് മാർത്തോമ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ പ്രാക്ടിക്കലിന് പോയപ്പോൾ അവസാനത്തെ ദിവസം പ്രാക്ടിക്കൽ സ്റ്റുഡൻസായി ഞങ്ങൾ രണ്ടുപേരോട് പറഞ്ഞു, പീപ്പിൾ ലൈക്ക് യു മേ ബി പോസ്റ്റഡ് ഇൻ സിറ്റി പാരിഷസ്. ഡോണ്ട് തിങ്ക് ദാറ്റ് ഓൾ ദ പീപ്പിൾ ആർ റിച്ച് ആൻഡ് ആർ അറ്റൻഡഡ്. അവിടെ അരികുകളിൽ നിന്ന് പള്ളിയിൽ വന്ന് ആരാധനയും കഴിഞ്ഞ് ആരാലും ഗൗനിക്കപ്പെടാതെ പോകുന്നവരുണ്ട്. അവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലണം, അവരെ ശുശ്രൂഷിക്കണം. അതാണ് യഥാർത്ഥ ശുശ്രൂഷ എന്ന്. പ്രവാചക ശബ്ദം തന്നെയാണ്. പള്ളിയിൽ എന്നും കാണുന്നവരാകണം എന്നില്ല. കർത്താവിൻ്റെ യഥാർത്ഥ ഭക്തർ ആരാലും ഗൗനിക്കപ്പെടാതെ അറിയപ്പെടാതെ വന്ന് ആരാധിച്ച് കടന്നു പോകുന്നവരെ തേടിച്ചെല്ലണം പട്ടക്കാരൻ. അച്ഛൻ പറഞ്ഞു തന്ന ഒരു വാക്ക് മീക്ക്നെസ് എന്ന് പറയുന്നത് വിനയപ്രകടനം അല്ല, മറിച്ച് ആരോരുമില്ലാത്തവൻ്റെ അടുക്കലേക്ക് ചാഞ്ഞു നിൽക്കുന്നതാണ്. അത് കർത്താവിൻ്റെ ഭാവമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അവൻ ക്രൂശിലെ മരണത്തോളം ആരോരുമില്ലാത്തവരുടെ അടുക്കലേക്ക് ചാഞ്ഞു നിന്നു. നമ്മളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒടയതമ്പുരാനല്ലാതെ എനിക്ക് ആരുമില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അവരുടെ അടുക്കലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ദൈവിക ഭാവത്തിന് പറയുന്ന പേരാണ് സൗമ്യത, മീക്ക്നെസ്, ഹ്യൂമിലിറ്റി. ഓർഡൈൻ മിനിസ്ട്രി എന്ന് പറയുന്നത് സിംഹാസനത്തിലുള്ള ഇരിപ്പല്ല, മറിച്ച് കാൽ കഴുകൽ ശുശ്രൂഷയുടെ വലിയ അനുഭവമാണ്. ഇന്ന് നാം കേൾക്കുന്ന ഒരു വാക്കാണ് സ്മാർട്ട്. ആരാണ് സ്മാർട്ട്?
പ്ലാറ്റ്ഫോമുകൾ തേടിപ്പോവുകയും അതിനെ വിദഗ്ധമായിട്ട് വിനിയോഗിക്കുകയും ചെയ്യുന്നവരാണ് സ്മാർട്ട്. കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ ദൈവരാജ്യത്തിൽ സ്മാർട്ട് എന്നൊരു വാക്കില്ല. പ്രയോജനമുള്ളവൻ, ബെനഫിഷ്യൽ. അതാരാണെന്ന് ചോദിച്ചാൽ മുറിവേറ്റ ആടിനെ തേടി മുറിവ് വെച്ച് കെട്ടുന്നവരാണ്. ഒരു പട്ടക്കാരൻ അത് ചെയ്യുവാൻ വിളിക്കപ്പെട്ടവനാണ്. ഒടയതമ്പുരാന്റെ ഇഷ്ടത്തിന് പരിപൂർണമായി സമർപ്പിക്കപ്പെട്ടവൻ. ഒടയതമ്പുരാന്റെ ഭാവം ആരോരും ഇല്ലാത്തവരുടെ അടുക്കലേക്ക് ചാഞ്ഞ് നിൽക്കുന്നു. 3, ക്രിസ്തുവിലുള്ള ഭാവം. അത് കരുണയുടെ ഭാവം, കമ്പാഷന്റെ ഭാവം. കരുണ എന്ന വാക്ക് ലോകത്തിന് ഏറ്റവും കൂടുതൽ അതിനെ എക്സ്പ്ലെയിൻ കൊടുത്തത് ഭാരതത്തിലെ ബുദ്ധമതമാണ്. കരുണ എന്ന വാക്കിന് ആ മതത്തിൻ്റെ തത്വശാസ്ത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ നമുക്ക് സ്വന്തമായതിനെ പകുത്തു കൊടുക്കുക എന്നുള്ളത്. അധികം വന്നതിനെ വാരി എറിയുന്നത് ദാനം എന്ന് പറയുവാൻ നാം തുനിയുന്നുവെങ്കിൽ അതല്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ പകുത്തു കൊടുക്കുന്നത് തന്നെയാണ് കരുണ. ആ കരുണ നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്വത്തും ഏറ്റവും വലിയ റിസോഴ്സും ദൈവം തന്ന സമയമാണ്. കരുണയുടെ ഒരു ഇടപെടൽ നടത്തുവാൻ വിളിക്കപ്പെട്ട ആളുകളാണ് കർത്താവിൻ്റെ ശുശ്രൂഷ. എന്താണ് ദേവാലയം? കരുണ എന്ന നാഴി കൊണ്ട് അളക്കുന്ന ഇടമാണ് ദേവാലയം. ബോബി ജോസച്ചൻ പറഞ്ഞു, കരുണ എന്ന അളവുകോല് കൊണ്ട് അളക്കുന്ന ഇടമാണ് ദേവാലയം. ഇഷ്ടിക കൊണ്ടുള്ള കെട്ടിടമല്ല. കരുണാപൂർണമായ ഒരു ഇടപെടൽ എത്രയോ ജീവിതങ്ങളെ സൗഖ്യത്തിലേക്ക് വഴി നടത്തും. വിങ്ങിപ്പൊട്ടുന്ന ജീവിതങ്ങളുണ്ട്. ഒരല്പ അഭിമാനമുള്ളതിനാൽ ആരോടും പറയാൻ അവരാഗ്രഹിക്കുന്നില്ല. ബാംഗ്ലൂരിൽ ജീവിച്ച ഒരു ദമ്പതികളുണ്ട്, ജേക്കബും ആശയും. ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്കൽ കമ്പനിയിലെ എഞ്ചിനീയർ ആയിരുന്നു ജേക്കബ്. അവരുടെ ആദ്യത്തെ കുഞ്ഞ് ഒട്ടിസം ബാധിച്ചതാണ്, ഡൗൺ സിൻഡ്രോം. ഏറെ നാള് അവരരക്ഷിതാവസ്ഥയിലായിരുന്നു. എന്തുകൊണ്ട് ദൈവമേ, ഞങ്ങൾ നിന്നെ അറിയാതെ പോയിട്ടില്ല, ഞങ്ങൾ നിന്റെ വഴിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. എത്ര നാൾ പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമാണ് ഈ വിവാഹം. എന്നിട്ട് ഞങ്ങളുടെ ആദ്യ കുഞ്ഞ് കടിഞ്ഞൂൽ പൈതൽ ഒട്ടിസം ബാധിച്ചു. എന്തുകൊണ്ട്? സൗഖ്യം ആവശ്യമുള്ള അനേകം കുടുംബങ്ങളിൽ ഒന്നാണ്. അവർക്കുള്ള സൗഖ്യത്തിൻ്റെ ആദ്യപടി അവരെ കേൾക്കുവാൻ, അവരുടെ കുഞ്ഞിനോടൊന്ന് ഇരുപ്പാൻ ആരും ഇല്ല എന്നുള്ളത്. ധർമാരാം സെമിനാരിയിൽ ഗവേഷണത്തിനായി ഒരു പട്ടക്കാരൻ വന്നു. ജേക്കബ് പറഞ്ഞത്, എൻ്റെ ഭവനത്തിൽ അച്ഛൻ വന്നു, ഞങ്ങളോടല്ല സംസാരിച്ചത്, ഞങ്ങളുടെ കുഞ്ഞിനോട് സംസാരിച്ചു. ആ കുഞ്ഞ് മിണ്ടത്തില്ല, ഇതുവരെയും 21 വയസ്സോ മറ്റോ ഉണ്ട്, മിണ്ടത്തില്ല. എന്നാൽ അത് ചിരിക്കും. അതിൻ്റെ കൂട്ടത്തിലിരുന്ന് പട്ടക്കാരൻ ചിരിക്കുന്നു. അത് എഴുന്നേൽക്കുന്നു, ഒരു ടോയ് കൊടുക്കുന്നു, പട്ടക്കാരൻ അത് സ്വീകരിക്കുന്നു. ജേക്കബും ആശയും പറഞ്ഞത്, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന ഒഴുകി മാറുകയായിരുന്നു, ഞങ്ങൾക്കൊരു ഹീലിംഗ് ലഭിക്കുകയായിരുന്നു. കരുണ എന്ന് പറയുന്നത് ഓൺ ചെയ്യുന്നതാണ്, സ്വന്തം എന്നതിനെ പകുത്തു കൊടുക്കുന്നതാണ്. പാസിംഗ് റെഫറൻസ് അല്ല. ടു ബി വിത്ത് ദി പീപ്പിൾ ഹു ആർ ബ്രോക്കൺ ആൻഡ് ഹു ആർ വൾണറബിൾ. ഇടവകളിൽ ധാരാളമുള്ള അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. ഹ്യൂമിലിയേറ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങളുണ്ട്, ബ്രോക്കൺ ഫാമിലീസ് ഉണ്ട്, ഇങ്ങനത്തെ സൗഖ്യം ആവശ്യമുള്ള ഭവനങ്ങളുണ്ട്. പലതും ഇറിവോക്കബിൾ ആണ്. പക്ഷേ ഒരു പട്ടക്കാരന് ഒരു സൗഖ്യദായക ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കും. ടു ബി വിത്ത്, അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് സോളിഡാരിറ്റി, മലയാളത്തിൽ താതാത്മ്യം എന്ന് പറയും. ഹായ്, ഹൗ ആർ യു എന്ന് പറയുന്നതല്ല, അവരോടൊപ്പം അവരിൽ ഒരാളായി
നിൽക്കുമ്പോൾ ഉള്ളിൽ കുമിഞ്ഞുകൂടുന്ന കാർമേഘങ്ങൾ പെയ്ത് ഇറങ്ങും. ആശയും ജേക്കബും ഇന്നത് അക്സെപ്റ്റ് ചെയ്തു. ആ കുഞ്ഞിനോടൊപ്പം ഒരിക്കൽ പറഞ്ഞു, ക്രിസ്റ്റീനയുടെ ഡാഡി ആൻഡ് മമ്മി എന്ന പേരിലാണ് പ്രിംറോസ് മാർത്തോമ പള്ളിയിൽ ഞങ്ങൾ അറിയപ്പെടുന്നത് എന്ന്. പ്രിയപ്പെട്ട അച്ഛന്മാരെ, നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന ഈ ശുശ്രൂഷ അനന്തമായ സുവിശേഷ സൗഖ്യദായക ശുശ്രൂഷയ്ക്കുള്ള സാധ്യത, നമ്മളുടെ പ്രസൻസ് ഒരു പാസിംഗ് ആയിട്ടുള്ള വന്ന് കണ്ടു കളഞ്ഞു അങ്ങനെയുള്ളതല്ല. ടു ബി വിത്ത് പൂർണ്ണമായി. കരുണ എന്നാൽ അധികം വന്നത് വാരിയെറിയുന്നതല്ല, മറിച്ച് പകുത്ത് കൊടുക്കുന്നു. അതിനൊരു വേദനയുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ പൂർണ്ണമായ ഇഷ്ടത്തിന് പരിപൂർണമായി സറണ്ടർ ചെയ്ത, ആരോരും ഇല്ലാത്തവരുടെ അടുക്കലേക്ക് ചേർന്ന് നിൽക്കുന്ന, സ്വന്തം ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് കരുതുന്നതിനെ പകുത്തു കൊടുക്കുന്ന ഈ വലിയ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി സകലരെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് വഴി നടത്തുക എന്നുള്ളത്. സാക്രിഫിഷ്യൽ ലൈഫാണ്. പലപ്പോഴും ഈ സാക്രിഫൈസിൽ യാഗമൃഗം നമ്മളാകേണ്ടി വരും. ഈ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കിതപ്പ് അനുഭവപ്പെടാം. പല കാര്യങ്ങളും ജീവിതത്തിന്റെ ടെൻഷൻസ് കൊണ്ട് കിതപ്പ് അനുഭവപ്പെടാം. ജീവിതത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് കിതപ്പ് അനുഭവപ്പെടാം. ഞാനെടുത്ത തീരുമാനം തെറ്റായിരുന്നോ എന്ന് തോന്നാം. ഞാൻ ശരിയായ വഴിയിലല്ലേ എന്ന് എനിക്ക് തോന്നാം. ഭാഗ്യസ്മരണീയനായ ഈശോമാർ തിമോത്തിയോസ് തിരുമേനിയുടെ സഹോദരൻ വി.ടി. ജോണച്ചൻ എൻ്റെ വികാരിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ശുശ്രൂഷയിലുണ്ടാകാവുന്ന കിതപ്പിനെ കുറിച്ച് പറഞ്ഞു. അച്ഛാ, അത് വെറും തോന്നലാണ്, നമ്മെ തളർത്തിക്കളയുന്ന തോന്നൽ. പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, എതിർപ്പുകൾ ഒക്കെയും വരുമ്പോൾ ഓർക്കേണ്ടത്, മാർത്തോമ സഭയിലെ പള്ളികളെല്ലാം ഒരു കാലത്ത് വരണ്ട ഊഷര ഭൂമികളായിരുന്നു. നമ്മെപ്പോലുള്ള, നമ്മേക്കാൾ സ്വയം വെറുമയാക്കപ്പെട്ട പട്ടക്കാർ വന്ന് ജനത്തോട് ചേർന്ന് നിന്ന് അവരധ്വാനിച്ചു. അതിനുശേഷം വീണ്ടും പട്ടക്കാർ വന്നു, കൃപയുടെ മഞ്ഞ പെയ്തിറങ്ങി. ഇന്ന് അതെല്ലാം നല്ല ഉദ്യാനങ്ങളായി മാറിയിരിക്കുന്നു. ഈ കിതപ്പ്, താൽക്കാലിക കിതപ്പിന് കീഴ്പ്പെട്ടു പോകരുത്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പോലെ ഈ കിതപ്പ് നമ്മെ തളർത്തിക്കളയരുത്. എറൈസ് ആൻഡ് ഷൈൻ, എ ഗ്രേറ്റ് ശുശ്രൂഷ. ഞാൻ ധ്യാനം അവസാനിപ്പിക്കുക. കുറിവാക്യം, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്തായിരിക്കണം ഒരു ശുശ്രൂഷകന്റെ ഭാവം? ദൈവം തമ്പുരാന്റെ ഇഷ്ടത്തിന് പരിപൂർണമായി വിധേയപ്പെടുത്തി, ആരോരും ഇല്ലാത്തവരോട് ചേർന്ന് അടുത്ത് അവരുടെ പക്ഷമായി മാറുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ വേദനയോടെ ആണെങ്കിൽ പോലും പകുത്തു കൊടുക്കുന്ന കർത്താവിൻ്റെ രക്ഷണ്യ ശുശ്രൂഷ, ആ ഭാവം ആയിരിക്കണം ഒരു പട്ടക്കാരന് ഉണ്ടാകേണ്ടത്. ഒരു ചോദ്യം കൂടെ പറഞ്ഞ് അതിൻ്റെ ഉത്തരവും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. വാട്ട് വിൽ ബി ദ പേസ് ഓഫ് എൻ അച്ഛൻ? വാട്ട് വിൽ ബി ദ പേസ് ഓഫ് എ ചർച്ച്? രണ്ടിൻ്റെ ഉത്തരം ഒന്ന് തന്നെയാണ്. ഒരു ഇടവകയുടെ വേഗത എന്തായിരിക്കണം? ഒരു പട്ടക്കാരൻ്റെ വേഗതയും എന്തായിരിക്കണം? ആ ഇടവകയിലെ ലീസ്റ്റ് മൂവബിൾ ആയിട്ടുള്ള വ്യക്തിയുടെ വേഗതയായിരിക്കണം പട്ടക്കാരനും ഇടവകയ്ക്കും. കാരണം അവസാനത്തെ ആളെയും കൂടെ ഇതിൽ കൊണ്ടുപോകുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ. വേഗത ഒരു വിഷയമല്ല, ആളിനെ ഇതിനകത്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ബിസി സ്കെഡ്യൂളിനിടയിൽ മറന്നു പോകുന്ന ഒത്തിരി കാര്യങ്ങൾ. അതിലൊന്ന് പ്രാർത്ഥനയാകാം. സെമിനാരിൽ തിയോളജിക്കൽ കോൺഫറൻസിൽ A.T. സക്കറിയാച്ചൻ ക്ലാസ് എടുത്തപ്പോൾ ഒരു ദിവസത്തിന് മുമ്പ് പറഞ്ഞു, പ്രാർത്ഥനയിൽ ചാലിച്ചതായിരിക്കണം
പട്ടക്കാരുടെ ജീവിതം. സ്ഥാനവസ്ത്രങ്ങൾ അണിയിക്കുമ്പോൾ ജനം ഹൃദയത്തിൽ നിന്ന് പാടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നിത്യം ഉഷസ്സിലും അന്തിയിലും പ്രാർത്ഥിപ്പോർ ഇവർ ആകണമേ. പ്രിയപ്പെട്ട അജീഷ് ഷമാശൻ, മനു ഷമാശൻ, നിങ്ങളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിലുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ഗതിവേഗം നിങ്ങളിലുണ്ടാകട്ടെ. കർത്താവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിൽ തേജസ്സിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ വലിയവനായ ദൈവം നിങ്ങളെ തുടർന്നും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.